മെന്റൽ ഹെൽത്ത്, കുട്ടികളിലെ മാനസികാരോഗ്യം. 90കളിൽ ജനിച്ച കുട്ടികൾ മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം വളർന്നവരാണ്. അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ദോഷവശങ്ങളും മനസ്സിലാക്കി വളർന്നവരുമാണ്. ഈ 2025 എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് നിലവിലുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ജനിച്ചപ്പോൾ മുതൽ അവരുടെ വിരൽത്തുമ്പിലുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം, അതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കണം എന്നവർ തിരിച്ചറിയുന്നതിലുള്ള പിശകാണ് പലപ്പോഴും പല അപകടങ്ങളിലേക്കും ചെന്നെത്തിക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നടന്ന ഇൻസിഡന്റ് എടുത്താൽ അതെ സാറേ, 4 കുട്ടികൾ മിസ്സിംഗ്. 11 മണിയായിട്ടും ഇതുവരെ എത്തിയിട്ടില്ല സാർ. ഹലോ, പഴയ ട്രെയിനിനാണ്ട് കാര്യങ്ങളും അടയ്ക്കുക. ആലോചിച്ചിട്ട് കൊടുക്കുക, ഞാനിവിടെ കാണും. നമ്മുടെ 4 പിള്ളേരെ കാണാനില്ല. ഏത് ക്ലാസ്സിലെ? 5D പിള്ളേര്. ദൈവമേ, ഇനി അവന്മാരെവിടെ പോയാ? ടീച്ചറെ, പേരൻസ് എന്നാ പറഞ്ഞേ? സാറേ, 4 പേരും രാവിലെ തന്നെ സ്കൂളിലേക്ക് പോന്നു അവര് പറയണേ. അവര് നല്ല ടെൻഷനിൽ തന്നെയാ. ആപത്തൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. സ്കൂളിൽ 4 കുട്ടികൾ മിസ്സിംഗ് ആണ്. ഒരു പട്രോളിംഗ് വണ്ടി അവിടെ ഉണ്ട്, സ്കൂളിന്റെ പരിസരത്തുണ്ട്. പുറത്തേക്ക് പോയിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണം. പരമാവധി ഗ്രൂപ്പിലേക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനേ സാറേ. സാറേ, ഞങ്ങൾ അവന്മാരെ സ്കൂളിന്റെ പരിസരത്തെല്ലാം നോക്കി, ഇവിടെയും കാണാനില്ല. എടാ, 500 ചേഞ്ച് ഇട്ടോന്ന് ചോദിച്ചു.
ചേട്ടാ 500 ചേഞ്ച് ഉണ്ടോ? 500 ഗൂഗിൾ പേ മതിയോ? ചേഞ്ച് അല്ലേ ചോദിച്ചേ? ഈ ഫോണിലാണോ കേട്ടാ ഗൂഗിൾ പേ? കൂട്ടാൻ്റെ അടുത്ത് ജയിപ്പിക്കാം. ചേട്ടാ അതൊന്നും വേണ്ട. ചേട്ടൻ ഈ KSRTC അല്ലേ പോന്നേ? അതിന് ഞങ്ങൾക്ക് പുള്ളിമലയിലേക്ക് 4 ടിക്കറ്റ് എടുത്ത് തന്നാ മതി. പൈസ എടുത്തോ? കൊടുക്കടാ. ഇന്നമാരെ വിട്ട മണ്ടന്മാര്. 500 കൊണ്ടിട്ട് എത്ര കാലമായി? 500 ഉള്ളോടാ. അതിന് 2000-ന്റെ നോട്ടൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ഇത് മതി. വാടാ, KSRTC വേണ്ട, ആവേമരിയ മതി. അതാവുമ്പോ 400 നിൽക്കും. അതൊക്കെ പണ്ട്. ചേട്ടൻ അങ്ങോട്ടാ? പൊഴിക്ക്. അവിടെ എന്താ? ടൈൽസിന്റെ പണിക്ക് പോവാ. ശരിക്കും നിങ്ങൾ എങ്ങോട്ടാ? ജോബി വിജയത്തിന്റെ ബ്ലോഗ് കണ്ടിട്ടില്ലേ? ആരത്? പുള്ളി ഒരു ബ്ലോഗറാ. പുള്ളിക്കാരൻ വീഡിയോയിൽ ഒരു കിടിലൻ സ്ഥലം കാണിച്ചു. അങ്ങോട്ടാ. അതെവിടെയാ അത്? പുതുകാഴ്ചകളായിതാ വർണ്ണച്ചിറകുകളായിരം അകലെ നിറസൂര്യമേഘം അവിടേക്കൊരു യാത്ര പോണം ചിരികൾ മഴത്തുള്ളി പോലെ മധുവായത് പേരിടേ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതിയിരുന്ന 4 കുട്ടികളെ പുള്ളിമല ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് കണ്ടെത്തി. ബൈക്ക് യാത്രികനായ അശോകാണ് കണ്ടെത്തിയത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും കുട്ടികളെ കാണാതായ വാർത്ത പെട്ടെന്ന് വൈറലാവുകയായിരുന്നു. 4 മണിക്കൂറുകൾ കൊണ്ട് 20 ലക്ഷത്തിലേറെ പേരാണ് വാർത്ത ഷെയർ ചെയ്ത് കുട്ടികളെ കണ്ടെത്താനുള്ള ആർമിയായിട്ട് പ്രവർത്തിച്ചത്. നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ ട്രാവൽ വ്ലോഗുകളാണ് കൂടുതൽ കണ്ടിരുന്നത്. അതവരെ യാത്രകൾ ചെയ്യാനാണ് പ്രേരിപ്പിച്ചത്. പക്ഷേ മറ്റെന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് അവർ കണ്ടിരുന്നതെങ്കിലോ അതും അവരെ സ്വാധീനിക്കും. അവർ പോകുന്ന വഴികൾ, അവരുടെ ഉള്ളിൽ വളരുന്ന ചിന്തകൾ, ശീലങ്ങൾ ഒക്കെ ആ കണ്ട കാഴ്ചയെ ആശ്രയിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുണ്ടാകുക. കുട്ടികളുടെ മാനസികാരോഗ്യം കാത്തുപരിപാലിക്കേണ്ടത് മാതാപിതാക്കളും ഒപ്പം അധ്യാപകരും. കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കേട്ടിട്ടില്ലേ? കുട്ടികളുടെ വിശേഷങ്ങൾ ചോദിക്കുക, അവരെ പിടിച്ചിരുത്തി കൊഞ്ചിക്കുക, കഥകൾ പറയുക, ചിരിക്കുക, അവരോടൊപ്പം യാത്രകൾ പോകുക, നമുക്കുള്ള സാഹചര്യത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ടാക്കി വീട്ടുകാർക്കൊപ്പം ഭക്ഷിക്കുക, പ്രാർത്ഥിക്കുക, കളിക്കുക, അങ്ങനെയെല്ലാം. മൊബൈൽ സോഷ്യൽ മീഡിയ കാലത്ത് ഒരിക്കലും കുട്ടികളിൽ നിന്നും ഇതൊന്നും നമുക്ക് മറച്ചു വെക്കാനാവില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ശരിയായ ധാരണകൾ കൊടുക്കുക. എന്തിൻ്റെയും നന്മ തിരിച്ചറിയുക, അത് ശീലിക്കുക. താങ്ക് യു.